ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖബറിലെ കൂട്ടുകാർ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട്, ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. അതിനൊക്കെയാണ് സഹപ്രവർത്തകർ, സഹപാഠികർ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്, സഹയാത്രികർ. ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. അപ്പം ഈ കൂട്ടുകാർ നമുക്ക് ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നിപ്പോൾ കൂട്ടുകാർ കൂടുതലാണ്. ട്രിപ്പിൾ അടിച്ചൊക്കെയാണ് ബൈക്കിൽ പോകുന്നത്. കാരണം എല്ലാവർക്കും ഇതിൽ കയറണം, എന്നെയും കൂടെ കയറ്റും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവല്ലേ. അപ്പം അതുകൊണ്ട് ഒരാളെ മാത്രം കൂട്ടിയാൽ പോരാ, 3 പേരെ കൂട്ടും. പറ്റുമെങ്കിൽ 4 പേരെ കയറ്റിക്കൊണ്ട് പോകും. 5 പറ്റുമെങ്കിൽ 5. ഇപ്പോൾ സർക്കസുകാരൻ ബൈക്ക് ഓടിക്കുന്ന പോലെ 5, 6 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. അതുകൊണ്ടാണ് നിയമമൊക്കെ ഇപ്പോൾ കടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം കൂട്ടുകാരാ, തഴയാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ ഇതിൽ പഴയ പെണ്ണുങ്ങളുടെ സ്വഭാവം, അവൻ്റെ കൂടെ നീ കൂടി എന്നെ കൂട്ടിയില്ല, നീ അവനെ ഇപ്പോൾ അവരുടെ വലിയ മുഹബത്ത്, എന്നെ ഇപ്പോൾ വലിയ മുഹബത്ത് കുറവാ, ഈ ഒരു സ്വഭാവം. അപ്പം അങ്ങനെ കൂട്ടുകാർ ധാരാളം നമുക്ക് നാട്ടിലുണ്ട്. അത് പെരുകിപ്പോയതിൻ്റെ വിഷമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആരെ കൂട്ടുകാരാക്കണം, അതാണ് നമ്മുടെ ചർച്ച. കൂട്ടുകാരിഷ്ടം പോലെ ഉണ്ട്. എല്ലാ കൂട്ടുകാരെയും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടുകെട്ടിൻ്റെ പേരിൽ അവരുടെ നേതൃസ്ഥാനം അലങ്കരിച്ച വ്യക്തി ആരാണോ ആ വ്യക്തിയോടൊപ്പം നാളെ അല്ലാഹു വിളിക്കും ആഖിറത്തിലേക്ക്. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഒരു ഇമാം ഉണ്ടാകുമല്ലോ, ഒരു നേതാവ് ഉണ്ടാകുമല്ലോ, അധ്യക്ഷൻ, ഒരു പ്രസിഡന്റ്, അല്ലെങ്കിൽ ഒരു ചെയർമാൻ, എല്ലാവർക്കുമുണ്ട്. ഇപ്പൊ 2 പേരെ വെള്ളം അടിക്കാൻ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ അതിനൊരു ചെയർമാൻ ഉണ്ടാകും. ചെയറിന്റെ മുകളിലിരിക്കുന്ന മാൻ അവനായിരിക്കും. അവനാണ് ഇത് പൊട്ടിച്ചു കൊടുക്കുന്നത്, അവനാണ് ഇത് വാങ്ങിക്കൊടുക്കുന്നത്, വണ്ടി ഓടിച്ചു കൊണ്ട് പോകുന്നത്. എല്ലാവർക്കും ഒരു നേതാവ് ഉണ്ടാകും. അപ്പൊ ഈ നേതാവിനെ അടക്കം വിളിക്കുമ്പോ നീയല്ലേ ഇവരുടെയൊക്കെ നേതാവ്. ഇപ്പൊ നമ്മുടെ ഈ പള്ളിക്കുട്ടി ഈ സംഘടനയ്ക്ക് ഇതിനൊരു നേതാവ് ഉണ്ടാകും. ഇവന്മാരെ പിരിച്ച് പുട്ടടിക്കുകയാണെങ്കിൽ ആ നേതാവിനെയാണ് ആദ്യം പൊക്കുന്നത്. പൊക്ക്, അവനെ പൊക്ക്, നേരെ ഇങ്ങനെ കൊണ്ടുവരും, അവനെ ആദ്യം പൊക്കും. അങ്ങനെയാണ് ഖുർആൻ. ഞാൻ വെറുതെ പറയല്ല, ഖുർആൻ അല്ലാഹു തആല പറഞ്ഞ വാക്കതാണ്. എന്താണ്? യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. എല്ലാവരും അല്ലാഹു തആല വിളിക്കുന്നവരുടെ ഇമാമിനോടൊപ്പമാണ്. അതാണ് അല്ലാഹു പറഞ്ഞ വാക്ക്. എല്ലാവരും ഇമാം. അതാ ഇമാം എന്ന് പറഞ്ഞാൽ നേതൃത്വ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി. അല്ല പള്ളിയിലെ ഇമാമിനെ മാത്രമേ നമുക്ക് ഇമാമെന്ന് അറിയുള്ളൂ. ഒരു വിളിയാളൻ എന്ന് പറയുമ്പോൾ മുഅദ്ദിൻ, അത് നമ്മുടെ പള്ളിയിലെ മുഅദ്ദിനെ മാത്രമേ നമുക്കറിയുള്ളൂ. പണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദല്ലേ. ഇപ്പോൾ അടുക്കളയിലെ പണ്ടാരിയുടെ പേര് ഉസ്താദായി, മോഹൻലാലിൻ്റെ പേര് ഉസ്താദായി, ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ്റെ ഓട്ടോറിക്ഷയുടെ പേര് ഉസ്താദായി, ഹോട്ടലിൻ്റെ പേര് ഉസ്താദായി, അല്ലേ? എല്ലാം ഇപ്പോൾ ഉസ്താദ് ആ പേരിപ്പോൾ എങ്ങനെയൊക്കെയായി. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനത്ത് നമ്മളത് ഉപയോഗിക്കണം. കുഫാറുകൾ എന്ന് പറഞ്ഞാൽ കുഫാറുകൾ അവിശ്വാസികൾ. എന്നാൽ ചില സ്ഥലത്ത് ഖുർആനിൽ കുഫാർ എന്ന് പറഞ്ഞാൽ കർഷകർ എന്നുള്ള ഉപയോഗിച്ചിട്ടുണ്ട്. ചുമ്മാ നമ്മൾ ഖുർആൻ്റെ അടുത്ത് വെച്ച് ധർമ്മ നോക്കിയിട്ട് അങ്ങോട്ട് കീച്ചിയാൽ പോരാ സംഭവം. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ സാഹചര്യത്തിൽ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതിനാണ് ഇമാം. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. എല്ലാവരും ഇമാമിനെ അടക്കം വിളിക്കുക. എന്താ രംഗമല്ലേ നമ്മളൊക്കെ. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സംഘടനയിൽ നിൽക്കാത്തത്, സംഘടന നേതൃസ്ഥാനം അലങ്കരിക്കാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് കഴിഞ്ഞാൽ പൊക്കൂല നമ്മളെ. ഇതിപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കീഴിൽ നിന്നാൽ നമുക്ക് അവരുടെ കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. നേതൃസ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് പാളിച്ച വന്നു പോയാൽ അത് വലിയ പ്രശ്നമല്ലേ, വലിയ പ്രശ്നമല്ലേ. ഇതൊക്കെ ചോദിക്കൂലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര വലിയ നിഅമത്ത്, അനുഗ്രഹങ്ങളാണ് ചെയ്തത് ഈ മനുഷ്യർക്ക്. എത്ര വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് ചെയ്തു, വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തത്. പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി എത്ര നിഅമത്തുകളാണ് അല്ലാഹു നമുക്ക് ചെയ്തത്. ആര് ഈ നിഅമത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? അല്ലാഹു തന്നെ പറയാണ്, നീ ആ നിഅമത്തിന് നീ എന്തേ എന്നെ ശുക്ർ ചെയ്യാത്തത്? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. അല്ലാഹുവിനെ നീ വാഴ്ത്ത്, പുകഴ്ത്ത്, അവനെ സ്തുതിക്ക്, സ്തുതികീർത്തനങ്ങൾ അർപ്പിക്ക്. അവനല്ലേ നിന്നെ ശരിയായ വണ്ണം, നേരായ വണ്ണം സൗന്ദര്യവാനാക്കി, സൗന്ദര്യവതിയാക്കി നിന്നെ അവനല്ലേ സൃഷ്ടിച്ചത്, അവനല്ലേ നിന്നെ സംവിധാനം ചെയ്തത്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം.
الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. ഖുർആൻ അല്ലാഹു തആല പഠിപ്പിക്കണേ, മനുഷ്യ നിന്നെ വഞ്ചിച്ചതാരാണ് അല്ലാഹുവിൽ നിന്ന്? ചോദിക്കണം എന്നോട് നിങ്ങളോട്. ഏത് കൂട്ടുകെട്ടാണ് നിന്നെ തകർത്ത് കളഞ്ഞത്? കൂട്ടുകെട്ടാണല്ലോ മനുഷ്യനെ മൊത്തം തകർക്കുന്നത്. നല്ലവന്മാരുണ്ടായിരുന്നു, നല്ലവര് നല്ല ഗൾഫിലൊക്കെ പോയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വരുമ്പം അവൻ്റെ പണവും കണ്ടോട്ട് കുറേ ആളുകൾ അവനെ കൂട്ടിയിട്ട് വെള്ളമടിക്കാൻ കൊണ്ട് അവനെ പിഴപ്പിച്ച് തീർന്നു. അവനെ പിഴപ്പിച്ചു. ഇങ്ങനെയാണ് കൂട്ടുകെട്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം അവൻ്റെ മോശം കൂട്ടുകെട്ട്. അതാണ് നമ്മൾ പറയുന്നത്. മോശം കൂട്ടുകെട്ട്. നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നല്ല സഹവാസമുണ്ട്, മോശം കൂട്ടുകെട്ടാണെങ്കിൽ മോശം സഹവാസം. അതുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുന്നത്, മനുഷ്യരോട് ചോദിക്കാണ്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. മാന്യനായ അല്ലാഹുവിൽ നിന്ന് നിന്നെ വഞ്ചിച്ചവൻ ആരാണ്? അല്ലദീ ഖലഖക ഫസവാക ഫഅദലക. അവനല്ലയോ നിന്നെ സൃഷ്ടിച്ച് സംവിധാനം ചെയ്ത് നിന്നെ സൗന്ദര്യമുള്ളവനാക്കി നിന്നെ ഒരുക്കിയത് അവനല്ലയോ? അതാണ് ചോദ്യം അല്ലേ? ഇത്രയും നല്ല സൗന്ദര്യവും ആകാരസഷ്ടവും അങ്കലാവണ്യം എല്ലാ നിലയ്ക്കും അല്ലാഹു നിഅമത്ത് നമ്മുടെ ശരീരത്തിന് നൽകിയിട്ട് നീ എന്തുകൊണ്ടാണ് മോശം കൂട്ടുകെട്ടിലേക്ക് പോയത്? അള്ളാന്റെ ചോദ്യമല്ല അത്. നീ ഇഷ്ടപ്പെടുന്ന പോലെ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പോലെ നിന്നെ നല്ല സൂറത്തിലാക്കിയില്ലേ, നല്ല രൂപത്തിലാക്കിയില്ലേ? നിന്നെ ഒരു കുഞ്ഞിക്കൂനനാക്കിയിരുന്നെങ്കിലോ, നിന്നെ ഒരു മുടന്തനാക്കിയിരുന്നെങ്കിലോ, നിന്നെ ഒരു ന്യൂനതയുള്ളവനാക്കിയിരുന്നെങ്കിലോ? ചിന്തിച്ചു നോക്ക്, എത്രയോ പേരുണ്ട്. അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ ഇബ്തലാക അല്ലാഹു ബിഹിം വഫളലനാ ഖൈറൻ മിമ്മാ ഖലഖ തഫ്ളീല. അല്ലാഹു തആല പറയല്ലേ, ഫീ ഐ സൂറത്തിൻ മാ ശാഅ റക്കബക. എത്ര നല്ല സൂറത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചതിനെ, എത്ര നല്ല സൂക്ഷ്മമായിട്ട് നല്ല സുന്ദരനാക്കിയിട്ട് നിന്നെ അല്ലാഹ് അങ്ങോട്ട് പണി തന്നില്ലേ? പടച്ചവനെ പറയുന്നത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. ആഖിറത്തെ കൊണ്ട്, അള്ളാഹയെ കൊണ്ട്, ഇസ്ലാമിക ശരീഅത്തിനെ നീ നിന്ദിക്കുകയും അതിനെ തള്ളിപ്പറയുകയും നീ ചെയ്യുന്നു അല്ലേ? അതല്ലേ നിന്റെ സ്വഭാവം? അതല്ലേ നിന്റെ സ്വഭാവം? എന്താ അതിനുള്ള കാരണം? നിന്റെ കൂട്ടുകെട്ട് മോശമായിപ്പോയി. അതാണ് അതിന്റെ കാരണം. കൂട്ടുകെട്ട് മോശമായിപ്പോയി. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ ആര് ദുനിയാവിൽ സ്ഥാപിക്കുന്നോ ആ കൂട്ടുകാരായിരിക്കും ഖബറിലും വരിക. അല്ലെ, നിങ്ങളിവിടെ ഉദ്ദേശിക്കുന്ന പോലെ ഖബറിൽ പോയി കിടന്ന കുഴിക്കകത്തൂടെ അല്ലാഹു തആല അണ്ടർഗ്രൗണ്ടിലൂടെ വേറെ കൂട്ടുകാരെ വിട്ടുവരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ദുനിയാവിൽ ഈ കൂട്ടുകാരെ സമ്പാദിച്ചാൽ ആ കൂട്ടുകാരൻ ഖബറിലും വരും. അതാണ് ഖബറിലെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ. ഖബറിലെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ദുനിയാവിൽ നിങ്ങൾ സമ്പാദിക്കുന്ന കൂട്ടുകാരൻ ഖബറിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും, പേടിക്കണ്ട. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദൂ ഇല്ലൽ മുത്തഖീൻ. യാ ഇബാദ് ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം വലാ അൻതും തഹ്സനൂൻ الذين آمنوا بآياتنا وكانوا مسلمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കൂട്ടുകാരാരാ പരിചയപ്പെടുത്താൻ. നല്ല കൂട്ടുകാരാരാണ്? الأخلاء يومئذ بعضهم لبعض عدو. കൂട്ടുകാർ ചിലർക്ക് ശത്രുക്കളായിരിക്കും. നിന്റെ കൂട്ടത്തിൽ സഹിച്ചവനാണ് നിനക്ക് പാര വെക്കുന്നത്. അത് സ്വാഭാവികം നമ്മൾ പറയാറില്ലല്ലോ, അവൻ എൻ്റെ കൂടെ എൻ്റെ കട്ടിൽ കിടന്ന്
പാല് കൊടുത്തവൻ്റെ കൈക്ക് കടിച്ച് നമ്മൾ പറയാറില്ലേ, എൻ്റെ കൂടെ കിടന്നവൻ, ഞാനാണ് അവനെ വളർത്തിക്കൊണ്ട് വന്നത്, ഞാനവനെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തത്, അവസാനം വേണ്ട എനിക്ക് പാര വെച്ചിട്ട് അവൻ പോയി. അല്ലേ? അങ്ങനെയല്ലേ? കൂടെ ചില ആൾക്കാരുടെ കടയിൽ 20 വർഷം 25 വർഷമൊക്കെ കൂട്ടുകാരനെ പോലെ സഹകരിക്കും, എന്നിട്ട് തൊട്ടപ്പുറത്തുണ്ട് കടയിടും ഇവന് പാര വയ്ക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം ആളാണ്, കൂടെ നിന്നവരാണ്. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ബോർഡർ ചിക്കൻ ഉണ്ട്, ബോർഡർ ചിക്കൻ്റെ കടയുണ്ട് അവിടെ, ഈ റഹ്മത്ത് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട്. തൊട്ടടുത്ത് തന്നെ വേറെ റഹ്മത്ത് ഹോട്ടലുണ്ട്, അപ്പുറത്ത് റഹ്മുത്ത് ഹോട്ടലുണ്ട്, കുറച്ചപ്പുറത്ത് റഹുമുത്തുന്നുണ്ട്. നമ്മൾ വിചാരിക്കല്ല റഹ്മത്താന്നില്ല, അടുത്ത് പോയി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ എല്ലാം വ്യത്യാസം. മുത്തുവിൻ്റെ ഹോട്ടലും ഉണ്ട് അവിടെ അറക്കുന്നത് മുത്തുവാണ്. അപ്പം ഇങ്ങനെയുണ്ട്. എന്താ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടെ 20 വർഷം ഇവിടെ ജോലി ചെയ്തവനാണ്, ഇവിടെ 20 വർഷം പണിയെടുത്തവൻ, അവൻ അവിടെ പാര വയ്ക്കാതെ അപ്പുറത്ത് പോയി നിൽക്കുന്നു. റിസ്ക്കുകൾ അല്ലാഹുവാണ് കൊടുക്കുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ട് ഇതെന്താ കുതിങ്കാല് വെട്ടലും പാര വെക്കലും ഒരു പരിപാടിയാണ്. ഒരു മനുഷ്യൻ ഇവനെ നമ്മൾ നല്ല കൂട്ടുകാരനായിട്ടല്ലേ കരുതിയത്, ഇവൻ നമ്മളെ വഞ്ചിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഉസ്താദന്മാരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് ഉസ്താദന്മാരുടെ എല്ലാം പറിച്ചുകൊണ്ട് പോകും. അറിയില്ല സംഭവം. ഉസ്താദന്മാരുടെ കൂട്ടുകൂടെ നമ്മൾ അത്ര തന്ന് സഹായിക്കും, ഗൾഫിൽ നിന്ന് മുണ്ട് ഉടുപ്പും എല്ലാം തന്ന് സഹായിക്കും, നല്ല ഊത് ഏറ്റവും കൂടിയതാന്നൊക്കെ പറഞ്ഞ് സഹായിക്കും. ഇതെല്ലാം വരുമ്പോൾ നമ്മളെല്ലാം റാഹത്തായിട്ട് ഇയാളെ അങ്ങ് വലിയ ഇഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് അലുവ കൊടുത്തുവിടും, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പെണ്ണുമ്പിള്ളയെ കൊണ്ടൊക്കെ ഇച്ചിരി ചീനിയൊക്കെ ഉണ്ടാക്കി നല്ല നെയ്മീൻ കറിയും തലയൊക്കെ കൊണ്ട് ഓള് വിചാരിക്കും, അവസാനം നമ്മുടെ അടുത്ത ആളാന്ന്. അവസാനം ഒരു സുപ്രഭാത് ദൂരെ എന്നിട്ട് വിളിക്കും, ഉസ്താദെ പെണ്ണുമ്പിള്ള പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോയി, ഇത്തിരി പൈസ വേണം, ഉണ്ടോ ഉസ്താദെ? പെട്ടെന്ന് പറയും, നമ്മുടെ സുഹൃത്തല്ലേ, എത്ര വേണം? ഒരു 10 രൂപ വന്നാൽ മതി. അൽഹംദുലില്ലാ, ശമ്പളം ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. ഉസ്താദിൻ്റെ വൈഫ് ഗർഭിണിയാണ്, അത് നാളെ മസാല ദോശയൊക്കെ വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ചോദിച്ചു, നമ്മുടെ സുഹൃത്തല്ലേ, നമുക്കെപ്പോഴും നല്ല കപ്പയും തലക്കറിയൊക്കെ കൊണ്ടുതരുന്ന ആളല്ലേ, ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ എങ്ങനെ? അത്ര എന്തൊക്കെയാ സംഭവം. ആ പോക്കിൽ പിന്നെ ഉസ്താദ് അവിടുന്ന് രാജിവെക്കുന്നവർ അയാൾ ആ പരിസരത്തേക്ക് വരികയില്ല. സംഭവം വാങ്ങിക്കൊണ്ട് പോകും. ഇദ്ദേഹം കൂട്ടുകാരനാണ്, ഇവൻ്റെ പേരും ഇവനും കൂട്ടുകാരനാണ്, നമ്മുടെ സുഹൃത്താണ്. പക്ഷെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ വഞ്ചിക്കുന്നവൻ വഞ്ചകൻ. അതാണ് അല്ലാഹു തആല അദു, ഇവനെല്ലാം ശത്രുക്കളാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. കൂട്ടുകാരാണ് അല്ലഹില്ല, ഇവരൊക്കെ കൂട്ടുകാരാണ്. പക്ഷെ എന്ത് കൂട്ടുകാരാണ് ഇവർ? ചിലർക്ക് ശത്രുക്കളാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല കൂട്ടുകാരാരാ? അല്ലാഹു തന്നെ പറയുന്നു, ഇല്ലൽ മുത്തഖീൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്, മതബോധമുള്ളവനാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അദുവ്വുന്നില്ലൽ മുത്തഖീൻ, അതാണ് മുത്തഖീങ്ങൾ, അതാണ് ഒറിജിനൽ കൂട്ടുകാരൻ. തഖ്വയുള്ളവൻ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹയെ ഭയപ്പെടുന്നവൻ, സാമ്പത്തിക വിഷയത്തിൽ അള്ളാഹയെ ഭയപ്പെടുന്നവൻ, അമാനത്ത് ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ടത് സൂക്ഷിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ആ കൂട്ടുകാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, യാ ഇബാദ് ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം വലാ അൻതും തഹ്സനൂൻ. ഏ ദാസന്മാരെ, ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ഇന്നേ ദിവസം നിങ്ങൾക്ക് എല്ലാവിധ ആശ്വാസവും ഞാനിതാ വാഗ്ദാനം ചെയ്യുകയാണ് നല്ല കൂട്ടുകാർക്ക്. ഇന്നത്തെ ദിവസം നിങ്ങൾ ദുഃഖിക്കണ്ട. നാട്ടിലെ വഞ്ചകന്മാരായ കൂട്ടുകാരനെ പോലെ അല്ല ഇത്. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ നന്മകൾ ഇതാ നിങ്ങളോടൊപ്പമുണ്ട്. ആരാണവർ? ആ കൂട്ടുകാർ. അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ. അവർ നമ്മുടെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ വിശ്വസിച്ചവരാണ്. ഇത് ഖുർആനാണ് ഈ പറയുന്നത്. ഇത് അള്ളാന്റെ വചനങ്ങളാണ്, അള്ളാന്റെ കലാമാണ്. ഇതിന് നമ്മൾ എതിര് പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചവരാണ്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനെ സഹായിച്ചത്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനുമായി കൂട്ടുകൂടിയത്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനുമായി സഹവസിക്കുന്നത്, സഹകരിക്കുന്നത്. അവൻ മുസ്ലിമാണ്, യഥാർത്ഥ മുസ്ലിമാണ്. കേവലം റേഷൻ കാർഡിലുള്ള മുസ്ലിം അല്ല, ഒറിജിനൽ മുസ്ലിമാണ്. അല്ലദീന ആമനൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ വിശ്വസിച്ചിട്ട് അവൻ മുസ്ലിമായവനാണ്. അതാണ് മുസ്ലിം. അല്ല മാർക്ക കല്യാണം നടത്തിയിട്ട് മുസ്ലിം ആയവനല്ല, അതാണ് മനസ്സിലാക്കണം. നമ്മളൊക്കെ മാർക്കം ചെയ്തിട്ട് മുസ്ലിം ആയതാണ്. ആയത്തുകൾ, ഖുർആന്റെ ആയത്തുകളെ വിശ്വസിച്ചിട്ട് മുസ്ലിം ആകണം. ഖുർആന്റെ ആയത്തുകൾ ഈ ഖുർആന്റെ ആയത്തുകൾ ഈ കൂട്ടുകാരനെതിരാണോ? അവനെ വഞ്ചിക്കാൻ പാടുണ്ടോ?
അവന് പാരവയ്ക്കാൻ പാടുണ്ടോ? അവനെതിരെ പ്രവർത്തിക്കാൻ പാടുണ്ടോ? നമ്മളെ എത്ര വിശ്വസിക്കുന്നു അതേപോലെ അവനെയും നമ്മൾ അങ്ങനെ കാണണ്ടേ? ആ അമാനത്തിൽ സൂക്ഷ്മത പാലിക്കണ്ടേ? അതിൽ നമ്മൾ ദുർവ്യം പാടില്ല, വഞ്ചന പാടില്ല, ചതി പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ ആയത്തുകളെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അതാണ് ആ കൂട്ടുകാരനാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. സൂറത്തു സുഖ്റുഫ് അല്ലാഹു പരിചയപ്പെടുത്തിയതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറയുകയാണ്, ഇർതഹലത്തി ദുനിയാ മുദ്ബിറാ വർതഹലത്തിൽ ആഖിറതു മുഖ്ബിലാ ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ من أبناء الآخرة ولا تكونوا من أبناء الدنيا فإن اليوم عمل ولا حساب وغدا حساب ولا عمل أو كما قال حبيبنا رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടുകാരെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഏത് കൂട്ടുകാരോടൊപ്പമാണ് നിങ്ങൾ സഹവസിക്കേണ്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇർതഹലത്തി ദുനിയാ മുദ്ബിറാ, ഈ ദുനിയാവ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അതിന്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, നിന്റെ മുന്നിൽ നിൽക്കുന്നതൊരു പുത്തൻ ലോകമാണ്, അത് ആഖിറമാണ്, അത് പാരത്രികമായ ജീവിതമാണ്. വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ, ഈ ദുനിയാവിലും കൂട്ടുകാരുണ്ട്, ആഖിറത്തിലും കൂട്ടുകാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോ, കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോ, കൂട്ടുകെട്ടുകളെ തെരഞ്ഞെടുക്കുമ്പോ ആഖിറത്തിലെ കൂട്ടുകാരെ നിങ്ങൾ തെരഞ്ഞെടുക്കണേ. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ, ഭൗതികമായ ക്ഷണികമായ നശ്വരമായ ഈ ലോകത്തിലെ കൂട്ടുകാരെ തകർത്ത് തരിപ്പണമാക്കി കളയുന്ന, വൃത്തിഹീനതയിലേക്ക് നമ്മെ നയിക്കുന്ന അഹങ്കാരികളും തമ്മാടികളുമായ കൂട്ടുകാരെ നീ നിത്യത്തിലേക്ക് സ്വീകരിക്കരുതേ. കാരണം ഫൈനൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഈ കൂട്ടുകെട്ടിലൂടെ നീ എന്ത് തോന്നിയ വാസം ചെയ്താലും, എന്ത് വൃത്തികേട് കാട്ടിയാലും ആരും അതിനെക്കുറിച്ച് ചോദിക്കുകയില്ല. വലാ ഹിസാബ്, അതിന്റെ പേരിൽ ഈ ദുനിയാവിൽ ഒരു വിചാരണയുമില്ല. എങ്കിൽ സഹോദരാ, എങ്കിൽ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, വഗദാ, നിന്റെ കണ്ണടഞ്ഞു പോകുമ്പോൾ, നിന്റെ ശ്വാസം നിലച്ചു പോകുമ്പോ, ഈ നാട്ടുകാർ നിന്റെ മയ്യത്തെടുത്ത് ഈ ചേതനയറ്റ ശരീരം പള്ളിക്കാട്ടിന്റെ 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് കൊണ്ടെറിയുമ്പോ, ഹിസാബുൻ വലാ അമല, അവിടെ വിചാരണയാണ്, അവിടെ നിനക്ക് കർമ്മത്തിന് സ്ഥാനമില്ല. അവിടെ ചോദ്യം, ഇവിടെ ചോദ്യമില്ല, ഇവിടെ കർമ്മം പ്രവർത്തിക്കുക. വല ഹിസാബ്, നീ എന്ത് ചെയ്തു? നീ വെള്ളം അടിച്ചോ, നീ തെമ്മാടിയെ ജീവിച്ചോ, നീ കഞ്ചാവ് അടിച്ചോ, നീ വ്യഭിചരിച്ചോ, നീ പലിശ വാങ്ങിയോ, ലോട്ടറി എടുത്തോ, ഇതൊന്നും ഇവിടെ ആരും ചോദിക്കാൻ പോകുന്നില്ല. ആരും ചോദിക്കില്ല. ആരെങ്കിലൊക്കെ പോലീസുകാർ ചോദിക്കും, അതൊന്നും ഒരു ചോദ്യമല്ലല്ലോ, അതൊക്കെ ഭൗതികമായ ചോദ്യമാണ്. യഥാർത്ഥ ചോദ്യം അല്ല, അതിവിടെ നിന്നെ ചോദിക്കില്ല. അതുകൊണ്ടല്ലേ യഥേഷ്ടം അഹങ്കാരികൾക്കല്ല എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്നത്. എല്ലാ വഴികളും അല്ല യഥാർത്ഥമായി തുറന്നു കൊടുക്കുന്നത്. എന്താ? ചെയ്തോട്ടെ, ചെയ്തോട്ടെ. ഇന്നമാ നുംലീ ലഹും ലിയസ്ദാദൂ ഇസ്മാ, അവന്റെ പാപം അധികരിക്കാൻ വേണ്ടിയിട്ടാണ്. ലാലിമീങ്ങൾക്കുള്ള വഴികൾ അല്ലാഹ് തുറന്നു കൊടുത്തോണ്ടിരിക്കും. അവർക്കുള്ള ഹിദായത്ത് കൊടുക്കൂല, ലാലിമീങ്ങൾക്കുള്ള ഹിദായത്ത് കൊടുക്കൂല. ഇസ്ലാമിയ ശരീഅത്തിനെ ചവിട്ടിത്തേക്കാനും അതിനെ അപമാനിക്കാനും ശ്രമിക്കുന്നവർ അവൻ ലാലിമാണ്, അവർക്ക് ഹിദായത്ത് കിട്ടൂല. പേടിക്കേ വേണ്ട. നിങ്ങൾ വിചാരിക്കും നമ്മൾ അങ്ങനെയൊന്നും പറയരുത്, അവനെ അങ്ങനെ പറയരുത്, ഇവനെ അങ്ങനെ പറയരുത്. അത് ചിലപ്പോൾ അള്ളാഹ് നാളെ ഹിദായത്ത് കൊടുത്താലോ, കൊടുക്കൂലല്ലോ, അള്ളാഹ് പറഞ്ഞാലോ കൊടുക്കൂല. പിന്നെ നീ നിനക്ക് ഇങ്ങനെ പറയാൻ അവകാശമുള്ളത്?
നിനക്കങ്ങനെ പറയാൻ അല്ല. ചില ആൾക്കാർ പറയും അവനെ കുറ്റം അങ്ങനെ പറയരുത്, ഇവനെ കുറിച്ച് അങ്ങനെ പറയരുത്, അവനങ്ങനെ പറയരുത്, ഇവനങ്ങനെ. ഇസ്ലാമിനെ വളരെ മോശമായി നികൃഷ്ടമായി ചിത്രീകരിക്കുന്നവന് ലാലിമാണ്, ഹിദായത്ത് കിട്ടാത്തവനാണ്. അവൻ മരിക്കുന്നവരാണ് ഹിദായത്ത് കിട്ടൂല. അല്ല പറഞ്ഞ കാര്യമല്ലേ ഇത്? അല്ല പറഞ്ഞ് വിശ്വസിക്കുമോ? നാട്ടുകാരൻ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുമോ? അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികൾക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കൂല. അക്രമികൾക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കൂല, പേടിക്കേ വേണ്ട. എന്നാൽ പിന്നെ ഫിറഔന് അല്ലാഹ് ഹിദായത്ത് കൊടുക്കണമായിരുന്നു, ഖാറൂന് കൊടുക്കണമായിരുന്നു, ഹാമാന് കൊടുക്കണമായിരുന്നു, ഉബയ്യ് ഇബ്നു ഖലഫിന് കൊടുക്കണമായിരുന്നു. അവർക്ക് ആർക്കെങ്കിലും ഹിദായത്ത് കിട്ടിയ ചരിത്രമുണ്ടോ? ചില ആൾക്കാർ പറയൂ അവരെ കുറിച്ച് അങ്ങനെ പറയല്ലേ, നാളെ അല്ലാഹ് ഹിദായത്ത് കൊടുത്താലോ ലഅനത്തുള്ളാഹി നമ്മൾ പറയല്ലേ, നാളെ അല്ലാഹ് ഹിദായത്ത് കൊടുത്താലോ. ഇതെന്താ ലോട്ടറി കച്ചവടം? നാളെ നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് ഇല്ല. അല്ലാഹ് പറഞ്ഞു ലാലിമിങ്ങൾക്ക് ഹിദായത്ത്. ഒരു മനുഷ്യനെ ആക്രമിക്കുകയും തേജോവധം ചെയ്യും, ഇസ്ലാമിക ശരീഅത്തിനെ ചവിട്ടിത്തേക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഹിദായത്തില്ല. പിന്നെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഹിദായത്തില്ല. അവരങ്ങനെയാണ്, ആ നികൃഷ്ട ഒരു വസ്തുവായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ അവർക്ക് അങ്ങനെ ഹിദായത്ത് കിട്ടുക? ഹിദായത്ത് കിട്ടൂല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ ഇത്? അല്ലാഹ് പറഞ്ഞ വാക്കാണ്. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. കൈഫ യഹ്ദില്ല, എങ്ങനെ ഹിദായത്ത് കിട്ടും? എങ്ങനെ അല്ലാഹ് ഹിദായത്ത് കൊടുക്കും? ഖൗമൻ, ഒരു വിഭാഗത്തിന്, കഫറു, അവൻ നിഷേധിച്ചവനാണ്, ബഅദ ഈമാനിഹിം, ഈമാനുള്ളവനായിരുന്നു. ഈമാനുള്ള എത്ര എണ്ണം നിഷേധിച്ച് ഇസ്ലാമിന്റെ ഇതിനെ തകർത്തെറിഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കാനും തകർക്കാനും വേണ്ടി തേജവധം ചെയ്തുകൊണ്ട് ഓടിപ്പോയി എത്ര പേര്? എത്ര പെണ്ണുങ്ങൾ പോകുന്നു? ശരീഅത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ലേ? എത്ര എണ്ണം പോകുന്നു? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓ ഇത്ര മുസ്ലിം പെണ്ണ് പോയി? മുസ്ലിം പെണ്ണ് പോയെന്ന് പറയരുത്. മുസ്ലിം പെണ്ണ് പോവോ അബീവേ? കാഫിറായവളാ പോയത്. മുസ്ലിം അതെങ്ങനെ പോകുന്നത്? മുസ്ലിം പെണ്ണ് പോയി. മുസ്ലിം പെണ്ണ് അവള് ശിർക്കിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അവൾ മുശ്രിക്കത്തായി. കുഫറിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അവൾ കാഫിറത്തായി. പിന്നെ ഒരു മുസ്ലിം ഒളിച്ചോടി നമ്മൾ എന്തിനാ പറയുന്നത്? അങ്ങനെ പറയരുത്. ആ വാക്കന്നെ തെറ്റാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത വാക്കാണ്. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമല്ലേ, കൈഫ യഹ്ദില്ലാഹു ഖൗമാ കഫറൂ ബഅദ ഈമാനിഹിം. ഈമാനുള്ള ഒരു വ്യക്തി ഈമാനിന് ശേഷം അവർ കുഫറിനെ ഇഷ്ടപ്പെട്ടാൽ, അവർ ശിർക്കിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവർക്ക് എങ്ങനെ വഴികാട്ടും? അവർക്ക് എങ്ങനെയാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുക? കാരണം എന്തേ? വശഹിദൂ, അവർ സാക്ഷ്യം വഹിച്ചവരാണ്. അന്നർ റസൂല ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ റസൂൽ സത്യമാണ്, സത്യത്തിന്റെ തിരുദൂതരാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമസ്ത മണ്ഡലങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തന്ന നേതാവാണ്, നമ്മുടെ അനിഷേധ്യ നേതാവാണ്. നമ്മെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കേണ്ട പ്രവാചകനാണ്, അന്ത്യദൂതനാണ്, തിരുദൂതരാണ്. അള്ളാഹുവിന്റെ വാക്കുകളെ, വചനങ്ങളെ, സത്യസന്ദേശങ്ങളെ ഒരു അണുകിട പോലും വ്യത്യാസമില്ലാതെ ഈ ലോകത്തെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഗുരുഭൂതരാണ്, അധ്യാപകനാണ്, ലോകത്തിന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് മനസ്സിലാക്കിയവളല്ലേ മുസ്ലിം പെണ്ണ്? അത് മനസ്സിലാക്കിയവനല്ലേ മുസ്ലിം സഹോദരാ? എന്നിട്ട് നീ ആ ഈമാനിൽ നിന്ന് കുഫറിനെ ഇഷ്ടപ്പെട്ടു പോയാൽ കൈഫ യഹ്ദില്ലാ, അല്ലാഹു നിനക്ക് എങ്ങനെയാണ് ഹിദായത്ത് നൽകുക? പറയൂ, എങ്ങനെ തരും? വിശ്വസിച്ചു അല്ലാഹ് ഒരുവനാണ്, റസൂലുള്ളാഹ് ഞങ്ങളുടെ, അതല്ലേ പറയുന്നത്? ഇന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വസിറാത്തു ഹഖ്ഖുൻ വൽ മീസാനു ഹഖ്ഖുൻ. ഇതെല്ലാം നമ്മൾ ഹക്ക് 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 എന്ന് വിശ്വസിച്ചു. ചത്ത് കഴിഞ്ഞ് മണ്ണിനകത്ത് കൊണ്ടിട്ടിട്ട് ഇവനെ ഹക്ക് ഹക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കാര്യമുണ്ട്. ദുനിയാവി വെച്ച് അവൻ മനസ്സിലാക്കണം ഇത് ഹക്കാണ്, സത്യമാണ്. അങ്ങനെ ഇവന്റെ ഉള്ളിൽ ഇത് ഹക്കാന്ന് അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവൻ പോവോ? ഇവിടെ പോവോ? അത് ചോദിക്കണം. പോകുന്നവള് പോട്ടെ, അവൾക്ക് അല്ലാഹ് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. ലൂത്ത് നബിയുടെ ഭാര്യയെ പോലെ, നൂഹ് നബിയുടെ ഭാര്യയെ പോലെ. ലൂത്ത് നബി, നൂഹ് നബി പ്രവാചകനാണ്. പ്രവാചകന്മാരുടെ ഭാര്യ കല്ലിവല്ലി. അവർ മിണ്ടിപ്പോരുതെന്നാ പറഞ്ഞു. അവരെ കുറിച്ച് ചോദിച്ചു പോലും വരുന്നു, വിട്ടേക്കാൻ പറഞ്ഞു അവരുടെ കാര്യം. മോൻ പോയില്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. നഊദു ബില്ലാഹ്. കൈഫ യഹ്ദില്ലാ,
ഞാൻ എങ്ങനെ അവർക്ക് ഹിദായത്ത് കൊടുക്കും? കാരണം അവർ മനസ്സിലാക്കിയവരാണ്. അന്ന റസൂൽ ഹഖ്, റസൂൽ സത്യാണ്, അല്ലാഹ് സത്യാണ്. വജാഅഹുമുൽ ബയ്യിനാത്ത്, സകലമാന ദൃഷ്ടാന്തങ്ങളും അവരുടെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ്. എല്ലാം ഉണ്ടല്ലോ. ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവരുടെ മുന്നിൽ ഉണ്ടല്ലോ, തെളിവല്ലേ? ആരാണ് ഇതിന്റെ വ്യാഖ്യാതാവ്? ആരാണ് ഇതിന്റെ രചയിതാവ്? ഒന്ന് കാണിച്ചതാ, പറഞ്ഞതാ. ഈ ലോകത്തുള്ള ഏത് പുസ്തകങ്ങളും ഭൂമിയുടെ മുകളിലുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഭൂമിക്കകത്ത് ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു ലോകത്തിലേക്ക് മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, അവൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത അദൃശ്യ ലോകത്തെക്കുറിച്ച് പ്രഖ്യാപിക്കാനും ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്താനും ഏത് ഗ്രന്ഥ ലോകത്തുണ്ട്? പറഞ്ഞതാ. അതൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അതൊരു അധിപര ശക്തിയെ കൊണ്ടേ കഴിയുള്ളൂ. ആ ശക്തിയാണ് അള്ളാഹ്. ആ ശക്തി ഒരുവനാണ്, അവൻ ഏകനാണ്. അവനിൽ വിശ്വസിക്കണമെന്നാണ് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അത് വിശ്വസിച്ചിട്ട് ആ തൗഹീദിനെ വലിച്ചെറിഞ്ഞിട്ട് ഷിർക്കിന്റെ പിന്നാലെ പോയാൽ കൈഫ യഹ്ദില്ല, ഞാൻ എങ്ങനെ അവർക്ക് ഹിദായത്ത് കൊടുക്കും? ഇല്ല. അതാണ് എൻ്റെ അർത്ഥം. ഇല്ല. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. പോയില്ലേ, തകർന്നില്ലേ? വശഹിദു അന്ന റസൂല ഹഖ് വജാഅഹുൽ ബയ്യിനാത്ത്. എന്താ അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അവൾ ഇസ്ലാമിനെ ആക്ഷേപിച്ചവളാ, ഇസ്ലാമിക ശരീഅത്തിനെ അപമാനിച്ചവളാ, അല്ലാഹുവിന്റെ റസൂലിനെ അപമാനിച്ചവളാ, ബൈത്തുൽ മുഖദ്ദസിനെ അപമാനിച്ചവളാണ്, കഅബ ശരീഫിനെ അപമാനിച്ചവളാണ്, മദീന മുനവ്വറയെ അപമാനിച്ചവളാണ്. അതുകൊണ്ട് അവൾക്ക് ഹിദായത്തില്ല, അവർക്ക് ഹിദായത്തില്ല. അവർ ലാലിമാണ്, അക്രമികളാണ്. കൈഫ യഹ്ദില്ല, അവർക്കെങ്ങനെയാണ് അല്ലാഹു ഹിദായത്ത് നൽകുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇല്ല. അള്ളാഹ് നമ്മളെ കാക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. അവരുടെ പര്യവസാനം എവിടെ? ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനതല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. അല്ലാഹു അക്ബർ. അവൾക്കുള്ള കൂലി, അവളുടെ കൂലി, അവൻ്റെ കൂലി. ഇസ്ലാമിക ശരീഅത്തിനെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്നവൾ, അല്ലാഹ് പറയാണ് അവളുടെ കൂലി, അവൾ നിത്യമായും, അവൾ കാലാകാലവും ശപിക്കപ്പെട്ടവളാണ്. അന്ന അലൈഹിം ലഅനത്തല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം, വൽ മലായിക, മാലാകമാരുടെ ശാപം, വന്നാസി അജ്മഈൻ, സകല ജനങ്ങളും. അവൾ പോയില്ലേ മുടിയാൻ, തകരാൻ, നശിക്കാൻ. അവസാനം വേശ്യാലയത്തിൽ പോയി അവൾ ചാവും. അങ്ങനത്തെ പുഴുപിടിച്ച് ചാവും, പുഴുത്തി ചാവും. അതാണ് അവസാനത്തെ ഗതികേട്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ ശാപം അവളുടെ മേലേക്ക് ഇറങ്ങി. ഈ ശാപം ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ശാപം കയറിപ്പോയി അവളുടെ മേലേക്ക്. അള്ളാഹ് പറഞ്ഞ വാക്കല്ലേ, ഖുർആനല്ലേ ഇത്. എന്നെ നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞ വാക്കാണ്, അള്ളാഹ് പറഞ്ഞ വാക്കാണിത്. ലഅനത്തല്ലാഹ് വൽ മലായികതി വന്നാസ് അജ്മഈൻ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാ ഹും യുൻളറൂൻ. ഒരു എക്സ്ക്യൂസും ഇല്ല. നാളെ ആഖിറത്തിൽ അല്ലെങ്കിൽ ശിക്ഷ അവരെ നേരിടുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ അവൾ പോയിട്ട് പശ്ചാത്തപിക്കുകയാണ്. ഒരു പരിഹാര മാർഗമുണ്ടോ നാദാ? ഉണ്ടോ നാദാ? ലാ യുഖഫഫു അൻഹുമുൽ അദാബ്. അവളുടെ മേലുള്ള ശിക്ഷകൾക്ക് ഒരു കുറവും അല്ലാഹു വരുത്തുകയില്ല. ഒരലിവും അല്ലാഹുക്ക് തോന്നൂല, ഒരു കുറവും അല്ലാഹു തആല ചെയ്യൂല. നല്ല നിലയ്ക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഉണ്ടാകും. ഒരവധി കൊടുത്തിട്ട് ഇനിയെങ്കിലും നീ ഒന്ന് തിരിഞ്ഞ് മനസ്സിലാക്കി പശ്ചാത്തപിക്കും. അതിനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താ? ഈമാൻ ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ട് പോയവളാണ്. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടൂല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പെണ്ണ് 20 വർഷം വരെ ഇസ്ലാമിൽ നിന്നവളാണ്. 21ാമത്തെ വർഷം അവൾ കുഫറിനെ ഇഷ്ടപ്പെട്ട് ഒളിച്ചോടിപ്പോയി. 1 വർഷം കുഫറിൽ താമസിച്ചു, വീണ്ടും തിരിച്ചു വന്നു 22ാമത്തെ വയസ്സിൽ.
21 വർഷത്തെ അവളുടെ സകല അമലുകളെയും അള്ളാഹു ഡിലീറ്റാക്കി കളയും, നന്മകളെ ഡിലീറ്റാക്കി കളയും. 23-ാമത്തെ വയസ്സിൽ അവൾ മരിച്ചാൽ ഈ 20 വർഷത്തെ ശിക്ഷയും അവൾ അനുഭവിക്കേണ്ടി വരും. ചില ആളുകൾ കൊണ്ടുപോയിട്ട് ഷിർക്കിലേക്ക് പോയ പെണ്ണിനെ മുസ്ലിമാക്കി തിരിച്ചു കൊണ്ടുവരുമല്ലോ, നമ്മൾ മനസ്സിലാക്കണം. ഒളിച്ചോടിപ്പോയ ശൈത്താനെയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് തലയ്ക്ക് പിടിച്ചൊഴിഞ്ഞ് 3 തേങ്ങായും ഉടച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കും. എന്തൊരു ഷഹാദത്ത് കലിമ, എന്ത് ഷഹാദത്ത് കലിമ, ഡയപ്പിൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്താൽ അവർക്ക് എന്ത് ഷഹാദത്ത് കലിമ? നമ്മുടെ മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അടിയിൽ കൂടെ വേറെ പരിപാടിയാണ്. ഈ ഷഹാദത്ത് കലിമ ചൊല്ലി ഇനി മുസ്ലിമായെന്ന് വെച്ചോളി. ഈ 20 വർഷം അല്ലെങ്കിൽ 25 വർഷം, ഇപ്പോൾ 40 വയസ്സ് അതൊക്കെയാണ് ഒളിച്ചോടുന്നത്. ഈ 40 വയസ്സ് ഓടുന്നത് ഈ ഷിർക്കിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ 40 വർഷം അവൾ ചെയ്ത നിസ്കാരം, ഇബാദത്ത്, നന്മകളുണ്ടല്ലോ, അത് മുഴുവനും അല്ലാഹു തആല ഡിലീറ്റ് ആക്കും. എന്നിട്ട് 41-ാമത്തെ വയസ്സിൽ ഇവൾ ഇസ്ലാമിനെ സ്വീകരിച്ച് വീണ്ടും കടന്നു വന്ന് പശ്ചാത്തപിച്ച് തൗബ ചെയ്തു. എന്നാലും അവൾ ഈ 40 വർഷം നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഇസ്ലാം. നിങ്ങൾ മനസ്സിലായോ? നിങ്ങളെന്താ വിചാരിച്ച് ഇന്നലെ അവൻ്റെ കൂടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന ശാശ്വത അല്ല ഇലാഹ് പറ്റിപ്പോയി, അള്ളാഹ് പറ്റിപ്പോയി, അള്ളാഹ് ഇനി അങ്ങനെ പോയില്ല, അള്ളാഹ് പോയില്ല, കുഴപ്പമൊന്നുമില്ല, ഇനി പോകില്ല, ഇനി പോകാതിരുന്നാൽ മതി, പോയതിന് ഇടി വേറെ ഉണ്ട്. ഇസ്ലാമിക നിയമം അതാ. ആർക്കും അറിയില്ലല്ലോ സംഭവം, ആർക്കറിയോ? എല്ലാവരും വിചാരിച്ചെന്താ, ഓഹോ പോയെങ്കിലും 2 ദിവസമേ കഴിഞ്ഞുള്ളൂ, പെട്ടെന്ന് ഇഞ്ഞ് വന്നു. 2 ദിവസമേ ഷിർക്കിൽ കഴിഞ്ഞുള്ളൂ. മാലയിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചോണ്ടിഞ്ഞ് വന്നു. മാലയിട്ടോ 18 വർഷം നിന്റെ ഡിലീറ്റായി. ഖുർആനും ഹദീസും ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറും എല്ലാം ഡിലീറ്റായി. ആ 18 വർഷം നീ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ ഇനി നരകത്തിൽ കിടന്ന് ഇടി കിട്ടിയിട്ട് പിന്നെ അള്ളാഹ് വല്ല ഔദാര്യം ചെയ്താൽ കയറിപ്പോകാം. ഞാൻ വെറുതെ പറയല്ല, ഖുർആൻ്റെ ആയത്തോടെ ഒതുക്കിപ്പിച്ചു തരാം. ഇന്നല്ലദീന ആമനൂ ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം ثم ازدادوا كفرا لن تقبل توبتهم واولئك هم الضالون. ഞാനീ പറയുന്നത് കൂട്ടിട്ട് മോശമായിട്ട് പോകുന്ന കേസിട്ടായി പറയണത്. ഖുർആൻ കബറിലെ കൂട്ട് കബറിലേക്ക് പോവാണ്. കബറിൽ പോകുന്നതിന് മുമ്പ് ഭൂമിയുടെ മുകളിലെ കൂട്ടുകാരൻ ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് ഖുർആനായത്താണ്, മനസ്സിലായില്ലേ?